ഉണ്ടായിട്ട് നിങ്ങളൊക്കെ ചെയ്യാന്നല്ലേ പറഞ്ഞത്. ഈ തീരുമാനം ഉണ്ടാവട്ടെ, ഒരാഴ്ച കാലം ഞങ്ങൾ നോക്കട്ടെ കേട്ടാ. എത്രത്തോളം വേണമെന്ന് ഞങ്ങൾ നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് മതി. കാരണം വിചിത്രമായ ഒരു കാഴ്ച നമ്മൾ ഈ ജനങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. ഈ നാട്ടിലെ ജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത, വീട്ടിലിരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഈ നാട്ടുകാർക്ക് ഉപകാരമല്ല, ഉപദ്രവിക്കുകയാണ് നാട്ടുകാർ. നമസ്കാരം. വൈറ്റില ജനതാ റോഡ് കുത്തിപ്പൊളിച്ച് വീണ്ടും അത് റീടാർ ചെയ്യുവാനുള്ള പണികൾ നടക്കുകയാണ്. അതിനിടയിലാണ് പ്രദേശവാസികളൊക്കെ പ്രതിഷേധവുമായി എത്തിയത്. വൈകുന്നേരത്തോടെയാണ് പ്രതിഷേധവുമായി എത്തിയത്. ഇപ്പോൾ രാത്രിയിൽ വീണ്ടും ഇവിടെ നിന്നും ഈ റോഡ് കുത്തിപ്പൊളിക്കുന്നതിനിടയിൽ മുൻ കൗൺസിലർ ഇവിടെ പ്രതിഷേധവുമായി എത്തി. അദ്ദേഹം പറയുന്നത് ഇത് കുത്തിപ്പൊളിക്കാൻ പറ്റില്ല, ഇവിടെ ഗെയിൽ പൈപ്പ് ഇട്ടതിന് ശേഷം മാത്രമേ ടാർ ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. തീർത്തും വിചിത്രമാണ് ഈ കാഴ്ച നമ്മൾക്ക് കാണുമ്പോൾ. കാരണം വിചിത്രമായ ഒരു കാഴ്ച നമ്മൾ ഈ ജനങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. കാരണം നിലവിൽ ഇട്ടുകൊണ്ടിരുന്ന വെച്ചാൽ ആ നിലവിലുണ്ട് കോൺക്രീറ്റ് അത് പൊളിച്ച് കളയുന്നു, വീണ്ടും അത് എടുത്ത് മാറ്റി വീണ്ടും PCC ഇടുന്നു. ഇതെന്തൊരു വിചിത്രമാണ്, വിരോധാഭാസമാണിത്. ഇത്തരത്തിലുള്ള വിരോധാഭാസമാണ് ഞാൻ ഈ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. ഞാൻ ഇതിനു മുമ്പും ഞാൻ പറഞ്ഞ് ഈ വിരോധാഭാസമാണ് നമ്മളൊക്കെ ജനങ്ങളെ പറ്റിക്കുന്ന ഈ നിലപാടുകൾ മാറ്റണം. ഞാൻ പറഞ്ഞതാണ് അവരോട്, ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഞങ്ങൾ നേരത്തെ ഇവിടെ മീറ്റിംഗ് കൂടി ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കോൺട്രാക്ടറെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ വരരുത്, ഇത്തരത്തിലുള്ള ഒരു നിലപാട് എടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് കുത്തിപ്പൊളിച്ച് അതൊരു മോശമാക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് കഴിയട്ടെ, ഞങ്ങളിതൊന്ന് നോക്കിയിട്ട് ഗ്യാസിൻ്റെ കണക്ഷൻ എത്രത്തോളം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും ടാർ ചെയ്യുന്നു, 2 ദിവസം കഴിയുമ്പോൾ അത് ഏതെങ്കിലും വെള്ളത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കറണ്ടിനോ മറ്റേതെങ്കിലും രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങൾ പോയിക്കൊണ്ടിരുന്ന ചെറു റോഡാണ്. അത് കുത്തിപ്പൊളിച്ച് ഇനി നാളെ തുടങ്ങി ഈ നാട്ടിലെ ജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത, വീട്ടിലിരിക്കാൻ പറ്റാത്ത അവസ്ഥ. തീർത്തും വീട്ടിൽ പോലും ഇരിക്കാൻ പറ്റില്ല. അവരുടെ വാഹനങ്ങൾ ഒരു ജനൽ പോലും തുറന്നിടാൻ പറ്റില്ല. ഒന്ന് പുറത്തിറങ്ങി നടന്നാൽ അവർ ശ്വാസം മുട്ടുന്ന അവസ്ഥ. ഇതെന്തൊരു വിരോധാഭാസമാണ് ചോദിക്കുന്നത്. ഇങ്ങനെയാണോ നമ്മളൊക്കെ ഈ നാട്ടിൽ ഈ വികസനങ്ങൾ ചെയ്യുന്നത്? വികസനങ്ങൾക്ക് ഒരാളും എതിരല്ല. പക്ഷേ വികസനങ്ങൾ നടത്തുമ്പോൾ അതിൻ്റേതായുള്ള കാഴ്ചപ്പാടോടുകൂടി കണ്ടുവേണം വികസനങ്ങൾ നടത്താൻ. അല്ലാതെ ഇന്ന് ടാർ ചെയ്യുന്നു, നാളെ മറ്റൊരാവശ്യത്തിന് വേണ്ടി കുത്തിപ്പൊളിക്കുന്നു. ഈ റോഡിൽ ജനതാ റോഡ് എന്ന് പറയുന്നത് 54 ലൈനുകളുണ്ട്. ഇടതും വലതുമായി ചേർന്നിരിക്കുന്ന അങ്ങനെ ഇടവഴികളായിട്ടുള്ള 54 ലൈനുണ്ട്. ഇവിടെ ടാർ ചെയ്തൊന്നും ഇരിക്കട്ടെ, ഈ ടാർ ചെയ്ത് 2-3 മാസം കഴിയുമ്പോൾ ഇവർ ഈ ഗെയിൽ പദ്ധതിയുമായിട്ട് വരിക. ഈ ഗെയിൽ പദ്ധതിയുമായിട്ട് വരുമ്പോൾ അതിൻ്റെ കണക്ഷൻ കൊടുക്കുന്ന വേളയിൽ ഈ പറയുന്ന 54 ലൈനിലേക്കും ഇവർ കുത്തിപ്പൊളിക്കുന്നു. പിന്നെ എന്ത് ഗുണമാണ് ഈ ടാർ ചെയ്യുന്നതോടെ ഉണ്ടാകുന്നത്? ഒരു ഗുണവും ഈ നാട്ടുകാരനുണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ ഇത് ചെയ്യുന്നതോടുകൂടി ഈ നാട്ടുകാർക്ക് ഉപകാരമല്ല, ഉപദ്രവിക്കുകയാണ് നാട്ടുകാർ. ഇതാണിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഗ്യാസ് ലൈൻ ഇതുവഴി പോകാനുണ്ട്, അത് ഇടാതെ ഇത് ടാർ ചെയ്താൽ പിന്നെയും കുത്തിപ്പൊളിക്കേണ്ടത്. അതായത് ഗ്യാസ് ലൈനിന്റെ കാര്യത്തിൽ ഗ്യാസ് ലൈനിന് വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിച്ചിട്ടില്ല. ഈ നിലവാരത്തിൽ നമ്മൾ മേയറോട് സംസാരിച്ചത്, മുൻ കൗൺസിലർ ഇപ്പോൾ രത്നമ്മ രാജു മേയറെ വിളിച്ചിട്ടുണ്ടായി. നിങ്ങൾ എത്ര വർഷത്തെ വാറണ്ടി കൊടുക്കും ഈ റോഡ്? 3 കൊല്ലത്തേക്ക് ഇത് വെട്ടിപ്പൊളിക്കില്ലെന്ന് മേയർ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. 3 കൊല്ലത്തേക്ക് ഇനി വെട്ടിപ്പൊളിക്കില്ല. പിന്നെ ഈ റോഡ് ഇങ്ങനെ തന്നെ എന്നോ വരുന്ന ഗ്യാസ് ലൈനിന് വേണ്ടി ഈ റോഡ് ഇങ്ങനെ കിടക്കുമെന്ന് നിങ്ങൾ പറയുന്നത്. യാഥാർത്ഥ്യം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ CSML ഓഫീസിൽ പോയി ചോദിക്കുക. 3 വർഷത്തേക്ക് നമ്മളിത് പൊളിക്കത്തില്ല. ഒരു കാരണവശാലും പൊളിക്കില്ലെന്നാണ് അപ്പം നിങ്ങൾ മേയർക്കും ഈ നാട്ടുകാർക്കും കൊടുക്കും. മേയർ കൊടുത്ത ഉറപ്പ് നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാം. ഞാൻ വേണമെങ്കിൽ ഇത് കാണുന്നത് മേയർ തന്നേക്കണ ഉറപ്പാണ് ഈ കാണുന്നത്. പ്രിയപ്പെട്ട അംഗങ്ങളെ, ഞാൻ മേയറോട് സംസാരിച്ച ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ് ഈ പോസ്റ്റ് ഇട്ടേക്കണത്. രത്നമ്മ രാജുവാണ് ഈ പോസ്റ്റ് ഇട്ടേക്കണത്. പ്രിയപ്പെട്ട അംഗങ്ങളെ, ഞാൻ മേയറോട് സംസാരിച്ചു. മേയർ പറഞ്ഞത് BNBC നിലവാരത്തിൽ ടാർ ചെയ്ത റോഡ് 5 വർഷം അല്ലെങ്കിൽ 3 വർഷം കഴിയാതെ കട്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്നാണ്. ശരിക്കും അങ്ങനെ വർക്ക് കമ്മിറ്റി അനുവാദം കൊടുക്കൂ. പിന്നെ ഗ്യാസ് കണക്ഷൻ പൈപ്പ് നിലവിലെ വർക്കിൻ്റെ കൂടെ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ പറ്റില്ല എന്നാണ് മേയർ പറഞ്ഞത്. അതുകൊണ്ട് റോഡ് ടാറിങ് നടക്കട്ടെ എന്നാണ് അസോസിയേഷൻ്റെ തീരുമാനം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവർ വിശദമായിട്ട് അറിഞ്ഞിട്ടായിരിക്കുമല്ലേ ഈ സംഗതി പോസ്റ്റ് ഇട്ടേക്കണത്. ഈ അദാനിയുടെ ഗ്യാസ് ലൈനിൻ്റെ പൈപ്പിൻ്റെ കാര്യങ്ങളിൽ നമുക്ക് ഇതുവരെ തീരുമാനമായിട്ടില്ല. ഈ ഡിവിഷൻ്റെ ഒരു പ്രത്യേകത 3 വർഷത്തേക്ക് നമ്മളിത് തുടരത്തില്ല. ഡിവിഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സൈഡിൽ കനാലും ഒരു സൈഡിൽ പുഴയുമാണ്. ഒരു സൈഡിൽ മെട്രോ സ്റ്റേഷൻ, മെട്രോൻ്റെ ലൈൻ പോകുന്നു, അപ്പുറം സൈഡ് ഹൈവേ. അപ്പോൾ ഇങ്ങാട് അദാനിയുടെ പൈപ്പ് വരാനായിട്ടുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്, സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് നമ്മുടെ ഡിവിഷനിൽ അദാനിയുടെ ഗ്യാസ് കണക്ഷൻ കൊടുക്കാനുള്ള ബുദ്ധിമുട്ടിൻ്റെ കാര്യങ്ങൾ. അത് അവരൊരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. ഇവിടെ ഗ്യാസിൻ്റെ പൈപ്പ് ഒരു വീട്ടിൽ പോലും ഒരു മീറ്ററോ അതിൻ്റെ പ്ലംബിംഗ് വർക്കോ ചെയ്തിട്ടില്ല. ബാക്കിയുള്ള ഡിവിഷനിൽ പ്ലംബിംഗ് വർക്കും ഗ്യാസ് കണക്ഷൻ കൊടുക്കാനുള്ള അതിൻ്റെ വർക്ക് ഏകദേശം ഒരു 50% ആയ സ്ഥലത്താണ് റോഡ് കട്ട് ചെയ്യുന്നതും
ഇവിടെ പൈപ്പ് ഇടുന്നതും. നമ്മുടെ ഡിവിഷനിൽ ഒരു വീട്ടിൽ പോലും അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇവിടെ ഗ്യാസിൻ്റെ പൈപ്പ് ഈ റോഡിൽ കൂടി വെട്ടിപ്പൊളിച്ചിടുന്നത്? ഈ പൈപ്പ് ഇടാൻ വേണ്ടി സെപ്പറേറ്റ് നമ്മൾ കനാലോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒന്നും നമ്മുടെ അറിവിൽ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. റോഡിൽ കൂടി തന്നെ വരാനുള്ള രീതിയിലായിരിക്കും അവർ പറയണം. പക്ഷേ മേയറോടുത്ത് നമ്മൾ സംസാരിച്ച രീതിയിൽ പറയണത് 3 വർഷത്തേക്ക് BMBC ടാറിങ്ങിൻ്റെ കരാർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യൂലെന്നാണ് പറയണത്. ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് വേണമെങ്കിൽ 5 കൊല്ലം വരെയാണ് അതിൻ്റെ എഗ്രിമെൻ്റ് എന്നാണ് പറഞ്ഞത്. പക്ഷേ 3 കൊല്ലം വരെ ഒരു കാരണവശാലും റോഡിൽ തൊടില്ല. ഒന്നും ചെയ്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്താ ചേട്ടാ ഇവർ പറഞ്ഞത്? ഇതൊരു വിചിത്രമാണ്. ഇവരൊക്കെ പറയുന്നത് വളരെ വിചിത്രമാണ്. ഇത് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ കുറേ ഈ ഇപ്പോൾ എടുത്തിരിക്കുന്നത് വാട്ടർ അതോറിറ്റിക്ക് വേണ്ടി കുഴിച്ച പൈപ്പാണ്. ആ സ്ഥലത്താണ് ഇപ്പോൾ വീണ്ടും അതെടുത്ത് PCC രണ്ടാമത് ഇടുന്നത്. അതിപ്പോൾ ഇവർ പറഞ്ഞതുപോലെ ഒരു ടാറിങ്ങിൻ്റെ മിശ്രിതത്തിന് അനുസൃതമായിട്ടായിരിക്കാം. പക്ഷേ ഈ ടാറിങ്ങിനെ നമ്മളിതിലല്ലോ, ഇവിടുത്തെ ടാറിങ്ങിനോ വികസനത്തിനോ നമ്മളിതിലല്ല. നമ്മൾ പറഞ്ഞത് എന്താ? നമ്മൾ പറഞ്ഞത് ഇവിടെ ഗ്യാസ് കണക്ഷൻ അത് മറ്റു ഡിവിഷനുകളിലൊക്കെയായി. നമ്മുടെ ഡിവിഷനിലേക്ക് അധികം താമസിയാതെ എത്തുമ്പോൾ അത് വീണ്ടും ഇത് കുത്തിപ്പൊളിക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരു വിചിത്രമായ ന്യായങ്ങളൊക്കെ നിരത്തി വേണമെങ്കിൽ നമുക്കിത് ചെയ്തു തുടരാം. ആ തുടരാമെന്ന് പറയുന്നതല്ലാതെ കണ്ട് ഇപ്പം 3 വർഷക്കാലത്തേക്ക് ഇനി തൊടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 വർഷക്കാലത്തേക്ക് ഇനി ഇവിടെ കൂടി ഒരു ഗ്യാസ് കണക്ഷൻ അനുവദിക്കില്ല എന്നാണ് ഇവരും പറയുന്നത്. അത് തന്നെയാണ് ഇവരും പറഞ്ഞത്. അത് തന്നെ ഇപ്പോഴും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി 3 വർഷത്തേക്ക് ഈ ടാറിങ് ഇനി തൊടില്ല. അതുകൊണ്ട് എന്താ മനസ്സിലാക്കണം, 3 വർഷത്തേക്ക് ഇനി ഗെയിൽ പദ്ധതി ഇതിൽ കൂടി വരില്ല എന്നാണ് പറയണത്. നിലവിൽ 3 വർഷത്തേക്ക് ഇത് തൊടത്തില്ല എന്ന് പറയുന്നു. അപ്പം നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ? അതല്ലേ പറഞ്ഞത്, 3 വർഷത്തേക്ക്. അപ്പോൾ ഇതിലെ കൂടി ഗെയിൽ പദ്ധതി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ട എന്നാണ് അവർ പറയുന്നത്. അതിലെന്ന് ഇത് കിട്ടിയിട്ടില്ല. 5 കൊല്ലം മുമ്പ് പൈപ്പ് അടിച്ച് മീറ്റർ വെച്ച സ്ഥലങ്ങളിൽ പോലും ഇതുവരെ ഗ്യാസ് കണക്ഷൻ കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഇവിടെ വരാൻ പോണ ഒരു പദ്ധതിനെ കുറിച്ച് നമ്മൾ ഇവിടെ വെറുതെ വേഗലപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഈ തകർന്ന് കിടക്കുന്ന റോഡ് ടാർ ചെയ്യുന്നതല്ലേ അതിൻ്റെ ഒരു പ്രയോറിറ്റി. ശരിക്കും പറഞ്ഞാൽ ഈ തകർന്ന് കിടക്കുന്ന റോഡ് ഈ ജൂൺ മാസം മഴ തുടങ്ങുന്നതിന് മുമ്പ് ഈ ടാർ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രയോറിറ്റി. നമുക്ക് എത്ര ദിവസം കൊണ്ട് ഇത് ടാർ ചെയ്ത് തീർക്കാൻ കഴിയുമായിരിക്കും? ഇത് ഈ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ ചെയ്യാം. ജൂൺ മഴയ്ക്ക് മുമ്പ് തീർക്കാമെന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. നമുക്കതിൻ്റെ അവരുടെ വർക്കിൻ്റെ പ്രോഗ്രസ് കാര്യങ്ങൾ എന്നാലും നമുക്കറിയില്ല. പക്ഷേ നമ്മുടെ അടുത്ത് അവർ പറഞ്ഞേക്കുന്നത് മഴയ്ക്ക് മുമ്പ് അത് തീർത്ത് തരാം എന്നാണ് ഇവർ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കണം. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഇദ്ദേഹം തന്നെ പ്രതിനിധാനം ചെയ്യുന്ന LDFൻ്റെ മേയറാണ് ഇവിടെ ഭരിക്കുന്നത്. ആ മേയറോട് ചോദിച്ചിട്ട് ആണ് മുൻ കൗൺസിലർ ഇപ്പോൾ ഈ നമ്മുടെ കുറച്ച് മുമ്പ് വിളിച്ചിട്ടാണ് ഈ അസോസിയേഷനിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇടണം. അപ്പോൾ മേയർ വാക്കുകൾ ഇദ്ദേഹം വിശ്വസിക്കുന്നില്ലാണ് ഈ പറഞ്ഞ അർത്ഥം. നമ്മൾ നമ്മളുടെ നഗരപിതാവ് എന്ന രീതിയിലാണ് കക്ഷി ഭേദമന്യേ മേയറുടെ വാക്കുകൾ വിശ്വസിക്കുന്നത്. ആ മേയർ തന്നെ പറഞ്ഞേക്കണം 3 കൊല്ലത്തേക്ക് വെട്ടിപ്പൊളിക്കാൻ അനുവദിക്കില്ലെന്ന്. ഗ്യാസ് പൈപ്പ് ലൈൻ പല സ്ഥലത്തും ഇത് പിടിപ്പിച്ചിട്ട് 4-5 കൊല്ലമായിട്ട് വന്നിട്ടില്ല. അത് വരട്ടെ, വരാൻ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഈ മുൻകൂട്ടി ഇട്ട സ്ഥലങ്ങളിൽ വരട്ടെ ആദ്യം. അതിന് വരെ 2-3 കൊല്ലം ഈ റോഡ് ഇങ്ങനെ കിടക്കണോ? ആൾക്കാർ പിന്നെ ദുരിതത്തിലാണോ? ഇതാണ് ഞങ്ങളുടെ ആവശ്യം. 6 വർഷമായി പൈപ്പ് ഇട്ടിട്ട് ഇതുവരെ അതിൻ്റെ മുന്നോട്ടുള്ള ഒരു നടപടിയായിട്ടില്ല. മീറ്റർ കഴിഞ്ഞ് രണ്ടാമത് മാറ്റി വെച്ചാലേ അത് വർക്ക് ചെയ്യുള്ളൂ അവിടെ. അതാണ് ഇപ്പോൾ അവിടുത്തെ സ്ഥിതി. അതും പറഞ്ഞുകൊണ്ട് പിന്നെ ഇവിടുത്തെ പ്രായോഗിക വശം പറഞ്ഞില്ലേ, 2 വശം കനാലും ഒരു സൈഡ് മെട്രോയും ഒരു സൈഡ് NH ആണ്. ഈ സാങ്കേതിക വിദഗ്ധന്മാരായിട്ടുള്ള എഞ്ചിനീയർമാരാണല്ലോ പറഞ്ഞത്. ഈ അദാനി ഗ്രൂപ്പിന്റെ ആളുകളാണ്, അല്ലെങ്കിൽ ഈ പൈപ്പ് ഇടണതിൻ്റെ അതോറിറ്റിയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കണം ഇങ്ങനെ കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ ഈ ഡിവിഷനിലുണ്ട്, അതുകൊണ്ട് ഈ ഡിവിഷനിലെ ഈ വർക്കിന്റെ കാര്യങ്ങൾ മാറ്റി വെച്ചേക്കണേന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് ക്ലിയർ വരൂല എന്ന് പറഞ്ഞിട്ടില്ല, കുറച്ച് സമയം എടുക്കും. എന്നാലും എല്ലാ ഡിവിഷനിലും വരുമ്പോൾ എന്തായാലും ഇവിടെ വരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, എന്തായാലും ഇവിടെ വരും. അപ്പോൾ ആ സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം തീർത്തിട്ട് അതിൻ്റെ സമയമാകുമ്പോൾ ഇവിടെ വരും. അപ്പോൾ അതുവരെ നമ്മൾ 2-3 വർഷമൊക്കെ ഇവിടെ ഈ റോഡ് ഇങ്ങനെ പൊളിച്ച് ഇടേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ വർക്ക് തുടങ്ങാമെന്ന് തന്നെ തീരുമാനിച്ചത്. ഓക്കെ, അപ്പോൾ എന്തായാലും ചേട്ടന് 3 വർഷത്തേക്ക് ഇവർ ഉറപ്പ് പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഇത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ല, 3 വർഷം കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും ലക്ഷങ്ങൾ മുടക്കി പണിയുന്ന റോഡ് 3 വർഷം കഴിഞ്ഞിട്ട് പൊളിക്കുമെന്നാണ് പറയണത്. ആ പൊളിക്കാതിരിക്കാൻ എങ്ങനെ പൊളിക്കാതിരിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പൊളിക്കാതെ ഈ റോഡിൽ കൂടി എങ്ങനെയാണോ ലക്ഷങ്ങൾ മുടക്കി പണിന്നിരിക്കുന്ന റോഡ്, അതേ അവസ്ഥയിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പാകെ വർഷങ്ങൾ കഴിഞ്ഞാലും പൊളിക്കാതെ മുന്നോട്ട് പോകാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. 5 വർഷമൊക്കെയാണ് വാറണ്ടി പറയുന്നത്. അവരും പറയുന്നത് എന്തായാലും 3 വർഷത്തേക്ക് ഇത് തൊടില്ല എന്ന് നഗരപിതാവ് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. എന്തായാലും വളരെ പെട്ടെന്ന് ഈ പണി പൂർത്തിയാക്കുമെന്ന് പറയുന്നുണ്ട്. പ്രദേശവാസിയുടെ മുൻ കൗൺസിലർ പറയുന്നത് അദ്ദേഹത്തിന് ഇതിനോട് യോജിപ്പില്ല എന്നാണ്. ഇത്രയും പണം ദൂർത്തടിച്ച് കളയുകയാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും വലിയ ഒരു പ്രതിഷേധം അദ്ദേഹം നടത്തി. ബാക്കി നാട്ടുകാരൊക്കെ മറ്റുള്ളവരുമൊക്കെ കൃത്യമായിട്ടൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 5 വർഷത്തേക്ക് വാറണ്ടി ഉള്ളതാണ്. 3 വർഷത്തേക്ക് ഇത് തൊടില്ല എന്നും അവർ പറയുന്നുണ്ട്. നഗരപിതാവ് ഉറപ്പ് നൽകിയെന്നും പറയുന്നുണ്ട്. കൊച്ചിയിൽ നിന്നും അഭിഷങ്കറിനൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.